ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇനി അവിടെ തയ്യാറാക്കാൻ വന്നത് വടുകപ്പുളി കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഇത് വെള്ള കളറിൽ നമ്മൾ ഇടണം, ഉപ്പിലിടണം ഏകദേശം അതുപോലെ തന്നെ. എന്നാൽ കുറച്ച് പച്ചമുളകൊന്ന് എണ്ണ വാട്ടിക്കിട്ട് വേണം. അങ്ങനെയുള്ള അച്ചാറാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മറ്റേ ചുമന്ന മുളകൊക്കെ ഇട്ടിട്ടുള്ള കറി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. വടുകപ്പുളി നാരങ്ങ എന്ന് പറയുന്നത് കറി നാരങ്ങ എന്ന് പറഞ്ഞ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ വെള്ള കളറിലുള്ളതാണ്. അതിനെ ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വേണ്ട, കാരണം ഇത് വെള്ള കളറിലുള്ള അച്ചാറായതുകൊണ്ട് അധികം എണ്ണ വേണ്ട. പച്ചമുളക് ഇതിലേക്ക് ഇടുന്നത് കാന്താരി മുളകാണ്. ആ കാന്താരി മുളക് ഒന്ന് വഴറ്റിയെടുക്കേ വേണ്ടു. അപ്പൊ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഈ നല്ലെണ്ണ അത് നടു പൊളിച്ചിട്ടുണ്ട്. അന്ന് അറ്റം വരെ ഞാൻ പൊളിച്ചിട്ടില്ല, കുറച്ചൊന്നും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയിട്ട് ഇട്ടാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പായി പിടിക്കില്ല. ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ടാൽ മതി. ഇനി ഇതിലേക്ക് ഇപ്പൊ ഒരു 1.5 ഗ്ലാസ് ഒരു 350 ml അത്രയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അത്രയ്ക്ക് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നാരങ്ങയുടെ സീസണാണ്, എല്ലാവർക്കും ഉണ്ടായി തുടങ്ങുന്നുണ്ടാവും. കറി നാരങ്ങ, വടുകപ്പുളി നാരങ്ങ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് നിർത്തി ചൂടാറുമ്പോൾ നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വെള്ളവും ചൊറുക്കയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ചൂടാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഓഫ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പും ഞാൻ ഇതിൽ കുറച്ചും കൂടെ ചൊറുക്ക ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വിനെഗർ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത് 1 ടേബിൾ സ്പൂൺ അത്രയ്ക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ എന്ന് പറഞ്ഞാൽ വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ കറി നാരങ്ങ ഉപ്പിലിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടാറിയിട്ട് ഞാൻ ഇതിലിട്ടു. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് പകർത്തി വെക്കാം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് പകർത്തി വെക്കുകയാണ്. കാരണം ഇത് ചൂടാറിയതാണ്. ചൂടാറിയിട്ട് നമുക്ക് നാരങ്ങ ഇടാവൂട്ടാ. ചൂട്ടോടെ ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പിറങ്ങും. അതുകൊണ്ടാണ് ചൂടാറണമെന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ വടുകപ്പുളി നാരങ്ങ ഉപ്പിലിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ വെള്ളച്ചാറെന്നും പറയും കേട്ടോ. കറി നാരങ്ങ അച്ചാറ്, വടുകപ്പുളി നാരങ്ങ അച്ചാറ്, അങ്ങനെ പല പേരുകളുണ്ട്. വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതൊരു ദിവസം ഇരിക്കണം, കാരണം ആ നാരങ്ങ നമ്മൾ വാട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിലിരുന്നിട്ട് ഉപ്പ് പിടിക്കാനായിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.